ഹലോ 2026 തുടങ്ങിയുള്ളൂ. അപ്പോൾ അതിന് എത്ര പെട്ടെന്നല്ല വാലന്റൈൻസ് ഡേ ഒക്കെ വന്നത്. അപ്പോൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു ഫ്ലഫി ആയിട്ടുള്ള ഹാർഡ് ക്രോഷിയാണിത്. അത്ര വലിയ കഷ്ടപ്പാട് പിടിച്ച പണിയൊന്നുമല്ല. ബേസിക് സ്റ്റിച്ച് അറിയാവുന്നവർക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഹാർട്ടിൻ്റെ മുകളിലത്തെ പാർട്സാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുക. അത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുക. മറ്റേ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ സിംഗിൾ ക്രോഷ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അത് നല്ല എളുപ്പമാണ്. പിന്നെ പാർട്ട് 1 നമ്മൾ പാർട്ട് 2ൻ്റെ കൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കണക്ട് ചെയ്യും. എല്ലാ റൗണ്ടിലും നമ്മളൊരു ചെയിൻ 1 ഇട്ടിട്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ സിംഗിൾ ക്രോഷ് വെച്ചിട്ടായിരിക്കും പിന്നത്തെ റൗണ്ട് നമ്മൾ പോവുക. അത് ഞാൻ സ്റ്റിച്ചസ് പറ്റുകയാണെങ്കിൽ ഞാൻ ആ പാറ്റേൺ മുകളിൽ എഴുതി കാണിക്കാം. പിന്നെ ഞാൻ എല്ലാത്തിനും മാർക്ക് ഇടാറുണ്ട്. മറ്റേ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് മാർക്ക് ഇടാറുണ്ട്. അതായത് ഹെയർ ക്ലിപ്പാണ് ഞാൻ യൂസ് ചെയ്യാറ്. കാരണം എൻ്റെ കയ്യിൽ അതില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് റൗണ്ടിൽ പോകണോണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തെറ്റിപ്പോവും. പിന്നെ ഇത് ഡിക്രീസാണ്. ഇത് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 സ്റ്റിച്ചസിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ എടുത്തിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഒരു ഡിക്രീസ് ആയിട്ട് കൗണ്ട് ചെയ്യുക. പിന്നെ സിംഗിൾ ക്രോഷേ അറിയാമല്ലോ. സിംഗിൾ ക്രോഷയാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഈ അമിഗുറുമി പ്രോജക്ട്സിനൊക്കെ യൂസ് ചെയ്യുക. ബേസിക് സ്റ്റിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്കൊരു ഹാഫ് ആൻ അവറിലൊക്കെ ഈ സംഭവം ഉണ്ടാക്കാം. പിന്നെ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഫൈബറോ അങ്ങനെ എന്തെങ്കിലും സാധനം വേണം. അപ്പം ഞാനിവിടെ എൻ്റെ കുറേ പഴയ ടോയ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു, കേടായതൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ സ്റ്റഫ് ചെയ്യാറ്. കുറച്ച് നാൾ മുന്നേ ഞാനിതിൻ്റെ വലുത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മറ്റേ ബ്ലാങ്കറ്റാണ് യൂസ് ചെയ്തിട്ട്. അതും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഫസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെയ്ത പ്രോജക്റ്റ്. പിന്നെ നമ്മൾ സ്റ്റഫ് ചെയ്തിട്ട് ഇത് ലാസ്റ്റ് നമ്മൾ ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യാണ് കട്ട് ചെയ്തിട്ട് നീഡിൽ വെച്ചിട്ട് തുന്നി കൊടുക്കുക ചെയ്യുക. അപ്പോൾ അത് തനിയെ ആ ലൂപ്പ് അങ്ങോട്ട് ക്ലോസ് ആയി കിട്ടും. എന്നിട്ട് നമ്മൾ അങ്ങനെ തന്നെ ആ നീഡിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ യാണിനൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലേക്ക് തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൈഡ് ആയിക്കോളും. കാണാൻ അടിപൊളിയല്ലേ? ഞാനിത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് ഫസ്റ്റിൽ നമ്മൾ തുടങ്ങിയ സമയത്തുണ്ടായിരുന്നു ഒരു ത്രെഡ് ഇതിൻ്റെ മിഡിലുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ നമുക്ക് ഹാങ് ചെയ്ത് തൂക്കിയിടാനും എളുപ്പമായിരിക്കും. ഇത് 2-3 എണ്ണം ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ബൊക്കെ ആയിട്ടും ചെയ്യാം കേട്ടോ. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.